ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് 25th ഡിസംബർ. മേരി ക്രിസ്മസ് എല്ലാവർക്കും. ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്ന് ഈ വർഷം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും റെഡിയായി. ഒരു 9:45 ഒക്കെ ആയി ഇവിടെ. ഞാൻ 10:30 11 വരെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. വേഗം പോട്ടെ, അല്ലെങ്കിൽ ഫുഡ് കിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം നമുക്ക്. ഇതാട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം ഏകദേശം ഒരു ഷെയ്ഡ് വരുന്ന ഒരു പാൻറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിമാണ്. ഇത് ഷാജാൻ്റെ ഷർട്ടാട്ടോ. ഞാൻ ഇതിനൊരു ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പം അത് കുറച്ച് ടൈറ്റാണ് എന്നൊന്നും പറഞ്ഞിട്ട് അതെന്നെ കൊണ്ട് അത് ചേരുന്നില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ എനിക്ക് ഈ ഷർട്ട് എടുത്ത് തന്നു. ഇത് കൊള്ളാം, ഇത് നന്നായിട്ട് നല്ല ലൂസും ഉണ്ട്, എനിക്ക് ചേരുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. തണുക്കില്ല എന്ന് വിചാരിക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പകലായതുകൊണ്ട് വലിയ പ്രോബ്ലം വരില്ലായിരിക്കും. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്ത ആളാട്ടോ. ഈ കുറച്ച് തണുപ്പ് പോലും എനിക്ക് ഇച്ചിരി പണിയാണ്, ഞാൻ ഷിവർ ചെയ്യും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. പിന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ട് ആ ടീ മേടിച്ചിരുന്നില്ലേ, അത് ഞങ്ങൾ രാവിലെ ഇട്ട് കുടിച്ചു കേട്ടോ. ഇത് കണ്ടോ, നല്ല സ്മെല്ല്. ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ഇതാണ് കേട്ടോ മെയിൻ ഹോട്ടലിൻ്റെ ലോബി വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മുഴുവനും നമുക്ക് റെസ്റ്റോറൻ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളും താഴെയുണ്ട്, മുകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മുകളിലെ റെസ്റ്റോറൻറ്റിലാണ്. റിവോൾവിങ് റെസ്റ്റോറൻ്റാണത്. പിന്നെ ഇതിൻ്റെ ലോബി മുഴുവനും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ നോക്കി വീഡിയോ എടുത്ത്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഇത് അവിടെ ഇവിടെ എല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോസ് ഇങ്ങനെ ഞാൻ പോയി ക്ലോസ് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. കാരണം പിന്നീട് എനിക്കിത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോകളൊക്കെ നോക്കിയാൽ മതിയല്ലോ. ട്രീ ഫുള്ള് വൈറ്റ് ആൻഡ് ഗോൾഡ്, ഒരു ലൈറ്റ് ഗോൾഡ് ടൈപ്പും സിൽവറും ഒക്കെ കൂടി വരുന്ന ഒരു ഡെക്കറേഷനിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്നോ വീണ ടൈപ്പുള്ള ഒരു ട്രീ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഒരു ആ ലൈറ്റിങ് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഗോൾഡൻ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. സിൽവറും വൈറ്റും ഒക്കെ ആയിരുന്നു കൂടുതൽ ഓർണമെൻറ്റ്സ് അതിലുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മുകളിലെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു മഞ്ഞ്, ഇങ്ങനെ ഒരു തണുപ്പ് മൂടിക്കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പം തന്നെ. പിന്നെ നമ്മുടെ ഹോട്ടലിൽ ഒരു എയർപോർട്ടിൻ്റെ അധികം ദൂരമല്ല നിന്നിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് ഇങ്ങനെ അവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് നമ്മൾ വന്നതൊരിത്തിരി ലേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം ഫുഡ് എടുത്ത് ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. രാവിലെ എന്തൊക്കെ പരിപാടി? സഫാരി പാർക്ക്. എല്ലാവരും സഫാരി പാർക്കിൽ പോയി നിൽക്കുകയാണ്. നമ്മളും പോവല്ലേ? നമുക്ക് അതൊന്നുകൂടെ ഒന്ന് അമൂല്യമാക്കാം. നമുക്കൊന്നൊന്ന് കുലങ്കഷമായി ചിന്തിച്ചിട്ട് ഇവരാദ്യം പോട്ടെ, നമുക്ക് പുറകെ പോകാം. ആണോ? എൻട്രി ചെയ്യണ്ടേ സഫാരി പാർക്ക്? പക്ഷെ പെട്ടെന്ന് പോരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. ഈ വാശി പിടിക്കില്ലല്ലോ. സഫാരി പാർക്കിൽ പോയി തകർക്കാം. പിന്നെ അധികം താമസിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഇത് ഒത്തിരി സ്ഥലമുണ്ട് അതിനകത്ത് കാണാനായിട്ട്. അത് മുഴുവനും കാണാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോട്ടലിൽ നിന്ന് അധികം ഇറങ്ങുമ്പം തന്നെ അപ്പുറത്ത് നിറച്ച് ഷിപ്പ് കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും പുതിയ പുതിയ ഷിപ്പുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂടലുണ്ട് കംപ്ലീറ്റ്.
അപ്പം അത് നല്ല രസമുണ്ട് കാണാനായിട്ട്, നേരിട്ട് കാണാൻ നല്ല ഒരു ഫീലുണ്ടായിരുന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം കയറിയ ഒരു സ്ഥലമാണ് ദുബായ് ഫ്രെയിം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു 1.5 വർഷം മുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് കാണാനതിന് മുകളിലൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അതിൽ കൂടെ നമുക്ക് വാക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ ഈ ആളെ പരിചയപ്പെടുത്താനായിട്ട് മറന്നുപോയി, ഇതാണ് ജിഷ്ണു. ഈ വണ്ടിയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളെല്ലായിടത്തോട്ടും കൊണ്ടുപോകുന്നതും അവിടെ വെയിറ്റ് ചെയ്യുന്നതും പിള്ളേരെ എവിടേക്കെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യുന്നതും എല്ലാം ജിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ഹെൽപ്പായിരുന്നു. റെജിബയുടെയും ഡെമിയുടെയും ഡ്രൈവറാണ്. അപ്പോൾ അവർ സൗദിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വണ്ടിയും സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് സുഖമായിരുന്നു കേട്ടോ. ഫുൾ ട്രിപ്പ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കി തന്നു അത്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ വരുന്നത്. ഞാൻ ഇതേപോലത്തെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തായ്ലൻഡിൽ ഇതുപോലെ തന്നെ സഫാരി പാർക്കിൽ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് കയറി ഞങ്ങൾ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരുന്നു കയറേണ്ടിയിരുന്നത്. നമ്മൾ റൈറ്റിലേക്ക് പോയി കുറച്ച് സുവനീഴ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ കോലത്തിലാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. പല ആൾക്കാർക്കും ഭയങ്കര ക്രേസാണ് ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ കയറുമ്പം ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദുബായ് മോളിൽ അക്വേറിയത്തിൽ പോയപ്പം അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ അതുപോലെ മേടിച്ച് വെക്കാറുണ്ട്. ക്യാപ്പിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസും, പക്ഷെ അതിലെല്ലാം ഈ ഒരു ആനിമൽസിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കുട്ടികൾ ഇതൊക്കെ ഓരോന്നെടുത്ത് ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വേഗം താമസിക്കാണ്ട് തന്നെ കയറി കേട്ടോ. കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാപ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തു വയ്ക്കും. കാരണം ഇത് ഇതുവഴി കയറണം, എങ്ങനെ ഇറങ്ങണം, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഞങ്ങൾ പിന്നെ അതിൻ്റെ അകത്തുനിന്നൊരു വണ്ടി എടുത്തു. കാരണം അത്രയും ദൂരമുണ്ട് നടക്കാനായിട്ട്. അവിടെ ഒരു മലയാളിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പായിരുന്നു കേട്ടോ. അതാദ്യം ഞങ്ങൾ ഇത് ഓരോരോ വില്ലേജുകളായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ അധികം തിരക്കില്ലാത്ത ഒരു സ്ഥലം നോക്കിയിട്ടാണ് പോയത്. കാരണം മിക്ക സ്ഥലങ്ങളിലും ആവശ്യത്തിലധികം നല്ലതുപോലെ ക്യൂ ഉണ്ടായിരുന്നു. പോയിട്ട് ഞങ്ങൾക്ക് ഒരു വില്ലേജിൽ നമുക്ക് കയറാണ്ട് നമ്മൾ പോരുകയാണ് ചെയ്തത്. കാരണം അപ്പോഴത്തേനും രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതുകൊണ്ട് കുറച്ചും കൂടി നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഇതാണ് ആഫ്രിക്കൻ വില്ലേജ്. ആദ്യം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അവിടെ നമ്മളിപ്പോൾ നമ്മുടെ സൂലൊക്കെ കാണുന്നത് പോലെ തന്നെ കുറേ മൃഗങ്ങളുടെ
ഇതുമെല്ലാം കുറേ ഏരിയ കൂടുതലായിട്ടുള്ള ഇതിൽ അവരെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കയറി അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് വിശപ്പ് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ലഞ്ച് കഴിക്കുന്ന ടൈമൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ള ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് അധികം താമസിക്കാണ്ട് ഇറങ്ങിയിട്ടോ. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ രാത്രിയായി പെട്ടെന്ന് തന്നെ. അപ്പം ഇതൊക്കെയൊന്ന് അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഒരു ബേർഡ് സാങ്ച്വറിയിലോട്ടായിരുന്നു കേട്ടോ. ബേഡ്സിന് ഇത് ഓൾറെഡി ഒരു വലിയൊരു കേജിൻ്റെ അകത്ത് നെറ്റ് ഇട്ടിട്ടാണ് ഇവരെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അടുത്തോടെ എല്ലാം പറന്നൊക്കെ പോവും, നമുക്ക് അവരെ വേണമെങ്കിൽ ഒന്ന് തൊടാം. അപ്പോൾ അത്ര അടുത്ത് നിന്ന് നമുക്ക് ഇവരെയൊക്കെ കാണാം, ബേഡ്സിനെ എല്ലാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിറയെ ബ്രിഡ്ജുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വുഡൻ്റെയൊക്കെ. മുകളിൽ നിന്നും മുകളിലോട്ടൊക്കെ പോയിട്ടൊക്കെ കാണാം. ഇതെല്ലാം അവിടെ ഇവിടെ എല്ലാം പറഞ്ഞിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ അടുത്തൊക്കെ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇവരെല്ലാം കുറച്ചും കൂടി കൂടുതൽ, നമ്മളിവരെയൊക്കെ അകലെ നിന്നിട്ടല്ലേ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കുന്നത്, അടുത്ത് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയത് അറേബ്യൻ ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി. കാരണം ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത് തന്നെ. ഇതിനാണ് ഞങ്ങളുടെ മെയിൻ ടൈം പോയത്. അറബിക് ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ, ഒരു ചെറിയ പൊത്തുകൾ, ഇങ്ങനെ കുഞ്ഞു പൊത്തുകൾ പോലെ ഉണ്ടായിരുന്നത്, അതിൽ നിന്നെല്ലാം നിറയെ കുഞ്ഞു ബേർഡ്സിൻ്റെ ഒരു വീടാണത്. എന്നാൽ അതൊക്കെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നേ. പിന്നെ ഇപ്പോൾ ഈ താഴെ കാണുന്ന പോലത്തെ ആനിമൽസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ആനിമലുകളായിരുന്നു. കളേഴ്സിലും അതിൻ്റെ കൊമ്പിലും ഉള്ള ഡിഫറൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അത് നമുക്ക് ആ കൊണ്ടുപോകുന്ന ഡ്രൈവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തും നിർത്തി എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അവർ വിവരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റുള്ള ഒരു സഫാരി ഡ്രൈവ് അത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ആനിമൽസിനെ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനൊന്നും പറ്റിയില്ല. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആരും ഈ ഭാഗത്തേക്ക് പോവുകയും വേണ്ട, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അധികം താമസിക്കാണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി. കാരണം അപ്പോഴേ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വില്ലേജിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ വേഗം ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത് ഇതുപോലെ ഒരു കിഡ്സ് സോണിലേക്കാണ്. ഇവിടെ ആനിമൽസിനെ നമുക്ക് പെറ്റ് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും തന്നെ അതിൻ്റെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം താമസിക്കാണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നു ഹോട്ടലിലേക്ക്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഒരു നൈറ്റ് ലുക്ക് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. നല്ല ട്രാഫിക്കായിരുന്നു. നല്ലപോലെ പയ്യെ ട്രാഫിക്കിൽ കിടന്നാണ് നമ്മൾ റൂമിലെത്തിയത്. അപ്പോൾ നമ്മളിത് നൈറ്റ് ഡിന്നർ പോകാനായിട്ട് ഉള്ള കോസ്റ്റ്യൂം എല്ലാം മാറി കേട്ടോ. ഞാൻ ആ തിരക്ക് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, വണ്ടിയെല്ലാം ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്ന കാണാനായിട്ട്. ഇവിടുന്ന് രാത്രിയും പകലും വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്, ഡിന്നറിനുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഡിന്നർ കഴിക്കാം. ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇവിടെ ഉണ്ടോ ഇവരുടെ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ തന്നെയാണ് കേട്ടോ ഇത് പറഞ്ഞത്, ഡിന്നർ പറഞ്ഞത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. നമ്മളിത് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഈ 2 ടേബിൾ നമ്മൾ റിസർവ് ചെയ്തു ഇവിടെ.
അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പം മേരി ക്രിസ്മസ്. ക്രിസ്മസ് അടുത്ത വീഡിയോയിൽ കാണാം.